ടൂറിസം ഉണ്ടായപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതിയത് കൊണ്ടല്ല, ഈശ്വര വിശ്വാസമില്ലാത്തവർ ഈശ്വരന്റെ പേരിലാണ് കേരളം എന്ന് പറഞ്ഞതുകൊണ്ടുമല്ല. അതിന്റെ സൃഷ്ടി, ഈ പ്രകൃതി, അതിന്റെ അതിർത്തി, ഇതിലെ ഓരോ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എല്ലാം കൊണ്ടും കേരളം ദൈവികമാണ്, ദേവതാഭാവമാണ്, ഭാരതാംബയുടെ കാൽപാദമാണ്, ഭാർഗവരാമന്റെ സമ്മാനമാണ്. ആ ഭാർഗവരാമന്റെ സമ്മാനമായിട്ടുള്ള ഈ കേരളം കുഞ്ഞുങ്ങളെ 4 ദിവസം ഒരച്ഛന്റെയും അമ്മയുടെയും ഒരു പൊന്നോമന പുത്രനെ വിചാരണയ്ക്ക് പാത്രമാക്കിക്കൊണ്ട് പച്ചവെള്ളം കൊടുക്കാതെ ഈ കൊച്ചു കേരളത്തിലെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കൊന്നത് ഈ നരാധമന്മാരെ എല്ലാം പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഈ സ്വന്തം നാട്, ഈശ്വരൻ കരവിരുത് മുഴുവൻ പ്രയോഗിച്ച ഈ സുന്ദര നാട്, വിദ്യാഭ്യാസം കൊണ്ട് സാക്ഷരത കൊണ്ട് ഏറ്റവും ഉയർന്ന ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്? ശ്രീ ഭൂതനാഥന്റെ നാമധേയത്തിൽ പവിത്രമായ 8.5 പതിറ്റാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഈ വേദിയിലെ പ്രഥമ വ്യക്തിത്വം ശ്രീ ഉണ്ണികൃഷ്ണൻ അവർകൾ, വേദിയിലും സദസ്സിലുമായി വന്നു ചേർന്നിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ നാട്, ഈ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ദൈവത്തിന് അങ്ങനെ സ്വന്തമായൊരു നാടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നതാണ് സത്യം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പോയി പറഞ്ഞാൽ, കർണാടകത്തിൽ പോയി പറഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ പോയി പറഞ്ഞാൽ, ഭാരതത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രദേശങ്ങളിൽ പോയി പറഞ്ഞാൽ അവരൊക്കെ ചോദിക്കും, അപ്പോൾ ഞങ്ങളോ എന്ന് ചോദിക്കും. അത്രത്തോളം അല്പത്തരമാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്വന്തം നാട്. സ്വന്തമായി നാടുള്ളവൻ ഒരിക്കലും ദൈവമല്ല, അതൊക്കെ നമ്മുടെ പണിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹവും തപസ്സും ത്യാഗവും കൊണ്ടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ കാൽപാദമായ ഈ കൈരളി സൃഷ്ടിക്കപ്പെട്ടത്. ഈശ്വരൻ തൻ്റെ എല്ലാ കരവിരുതും വേണ്ടുവോളം സമ്മാനിച്ച നാടാണ് കേരളം. ഈശ്വരന്റെ കണ്ണോട്ടമുള്ള നാടാണ് കേരളം. ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന, ഈ ചരാചരങ്ങളിലെല്ലാം നിലനിൽക്കുന്ന സ്പന്ദനമാണ് ദൈവികത, ദേവതാഭാവം. അതെല്ലാം ചേർന്നതാണ് ഈ കേരളം. അങ്ങനെയുള്ള കേരളം ഭാരതത്തിന്റെ ഒരു മലയാളം എഡിഷനാണ്. ഭാരതം എന്താണോ അതിന്റെ മലയാള പതിപ്പാണ് കേരളം. ഭാരതത്തിന്റെ പൊന്നോമന പുത്രിയാണ് കേരളം, കാൽപാദമാണ്. ആ കാൽപാദത്തെ എന്നും കഴുകി തുടയ്ക്കുന്ന നാടാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് ഭാരതം, കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ, വ്യത്യസ്തമേയല്ല. ഈ ഒരു സത്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വള്ളത്തോൾ തന്റെ ഉമാകേരളത്തിൽ ഭംഗിയായി, ദിവാസ്വപ്നത്തിൽ, വള്ളത്തോൾ തന്റെ ദിവാസ്വപ്നത്തിൽ പറയുന്നത്, ഭാരതമെന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഭാരതവും കേരളവും നിലനിൽക്കുന്ന അതിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ മനോഹരമായി വള്ളത്തോൾ വർണ്ണിച്ചത്. ഈ ഭാരത സംസ്കൃതിയുടെ സനാതന ധർമ്മത്തിൻ്റെ ഈ ഒരു സാംസ്കാരിക പതാകയുമായി എന്നും മുന്നിൽ നടന്ന പാരമ്പര്യമുണ്ട് ഈ കൊച്ചു കേരളത്തിന്. കേരളം ഭാരതത്തെ എന്നും പ്രകീർത്തിക്കുന്നു.
ഭാരതമെന്ന വടവൃക്ഷത്തിന്റെ ഒരു ശാഖയായ ഈ കേരളം ഭാരതം തന്നെയാണ്. ഭാരതത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ഈ കേരളത്തിനുണ്ട്. അതുകൊണ്ടാണ് പഴയ കവിതകളെല്ലാം കേട്ട് പരിചയപ്പെട്ട നമ്മുടെ മനസ്സിൽ കേരളം എന്താണ് ഈ ഭാരതാംബയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. കവി എഴുതുന്നുണ്ട്, ആ ശുദ്ധമാമേതിനെ തെങ്കടൽ വീജികൾ ഭക്തിയാ തഴുകിക്കുന്നു, ആർഷഭൂവിന്റെ ആ തൃപ്പാദമാകുന്നു നമ്മൾ പിറന്ന രാജ്യം, പാവനവൃത്തയാം ഭാരത ഭൂമി തൻ പാദസംസേവികൾ നമ്മൾ തന്നെ. നമ്മളാണ് ഈ ഭാരതാംബ. ഒരു രൂപമാണെങ്കിൽ ഭാരതത്തിനൊരു മനുഷ്യരൂപമുണ്ടെങ്കിൽ, ആ മനുഷ്യരൂപത്തിനൊരു കാൽപാദമുണ്ടെങ്കിൽ, ആ കാൽപാദത്തെ എന്നും തഴുകുന്നത്, കഴുകി തഴുകുന്നതെല്ലാം ഈ കൊച്ചു കേരളമാണ്. പരിപാവനമായ ഭാരതമാതാവിന്റെ പാദസേവയിൽ, പാദപൂജയിൽ, ആ പാതാരവിന്ദങ്ങളിൽ എന്നും സാഷ്ടാംഗം പുണ്യപൂജ ചെയ്തുകൊണ്ട് അങ്ങേയറ്റം ജന്മപുണ്യം നേടുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കേരളം ഭാരതാംബയുടെ കാൽപാദമായി സാക്ഷാൽ ഭാർഗവരാമൻ, പരശുരാമൻ കാണിക്കയായി സമർപ്പിച്ചതാ. ഭാർഗവരാമന്റെ കാണിക്കയാണ് സത്യത്തിൽ ഈ കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നതും ഈ ഭാർഗവരാമനിൽ നിന്ന് തന്നെ. അതുകൊണ്ട് കേരളത്തിന് വ്യത്യസ്തമായ കുറെ അധികം നാമങ്ങളുണ്ട്. പരശുരാമ ക്ഷേത്രം എന്ന് വിളിക്കും കേരളത്തെ, പരശുരാമ കുണ്ടം എന്ന് വിളിക്കും കേരളത്തെ, ഭാർഗവ ക്ഷേത്രം എന്ന് വിളിക്കും കേരളത്തെ. എന്തുകൊണ്ടാ? കേരളം പരശുരാമന്റെ തപസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്, പരശുരാമന്റെ ത്യാഗം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് വള്ളത്തോൾ സാഹിത്യമഞ്ജരിയിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട്, എത്രയും തപശക്തി പൂണ്ട ജാമദഗ്നന് പണ്ട് സത്രാജിത്തിന് സഹസ്രാകരം പോലെ പശ്ചിമ രത്നാകരം പ്രീതി പൂണ്ടു നൽകിയ വിശ്വൈക മഹാരത്നമല്ലോ നമ്മുടെ ഈ നാട്. കേരളത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് വള്ളത്തോൾ പറയാണ്, എത്രയും തപശക്തി പൂണ്ട ജാമദഗ്നൻ. ആരാ ജാമദഗ്നൻ? ജമദഗ്നിയുടെ പുത്രൻ. ആ ജാമദഗ്നൻ ഭൃഗുകുലത്തിൽ ജനിച്ച ആ ഭാർഗവരാമൻ സാക്ഷാൽ പരശുരാമൻ. അദ്ദേഹത്തിന്റെ തപസ് കണ്ട് പശ്ചിമരത്നാകരം സമുദ്രം വഴിമാറിക്കൊടുത്ത വിശ്വൈക മഹാരത്നമല്ലോ നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞാൽ, കേരളം പരശുരാമന്റെ തപസ്സുകൊണ്ട്, ത്യാഗം കൊണ്ട്, സമർപ്പണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാ. അതുകൊണ്ട് കേരളം ദൈവികമാണ്. കേരളത്തിന്റെ സൃഷ്ടി ഈശ്വരന്റെ തപസ്സിൽ നിന്നുണ്ടായതാണ്. സമുദ്രം വഴിമാറിക്കൊടുത്ത മഹാരത്നമാണ് ഈ കേരളം. അങ്ങനെയുള്ള ഈ കേരളത്തിൽ അതിന്റെ ദൈവികതയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതിന്റെ പ്രകൃതി മുഴുവൻ ഈശ്വര ചൈതന്യമാണ് തുടിക്കുന്നത്. ഈശ്വര ചൈതന്യം തുടിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ എല്ലായിടത്തും ദൈവീകതയുണ്ട് എന്ന് പറയുന്നത്. അതും വള്ളത്തോൾ എഴുതുന്നുണ്ട്, പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചാച്ചും സ്വച്ഛാഭിമണൽ തിട്ടാം പാദോപദാനം ചെയ്തും പള്ളികൊള്ളുന്ന നിൻ പാർശ്വയുഗ്മങ്ങളെ കാത്തിടുന്നു കുമാരിയും ഗോകർണേശ്വനും അമ്മേ എന്ന് എഴുതി വയ്ക്കുന്നത്. വള്ളത്തോൾ പറയാണ്, ഈ പ്രകൃതിയുണ്ടല്ലോ, ഇവിടത്തെ ഓരോ ചെടികളിലും പൂക്കളിലും പുൽകളിലും മരങ്ങളിലും വൃക്ഷലതാദികളിലും ഇവിടത്തെ മണലിൽ പോലും ചിതൽപുറ്റുപോലും ചിതാനന്ദ രൂപമായി കാണുന്ന ഇവിടത്തെ ഓരോന്നിലുമുള്ള സ്പന്ദനം ആരുടേതാ? വള്ളത്തോൾ തന്നെ നമ്മളോട് ഉത്തരം പറയുന്നുണ്ട്, പച്ചയാം വിരിപ്പിട്ട സഹ്യന്റെ മടിത്തട്ടിൽ നീണ്ട നിവർന്ന് കിടന്നുറങ്ങുന്ന പടവലങ്ങ നീളത്തിലുള്ള ഒന്നാണ് ഈ കേരളം. സഹ്യന്റെ മടിത്തട്ടിലാ കിടക്കുന്നത്. ആ പച്ചപ്പുണ്ട്, ആ പ്രകൃതിയുടെ മനോഹാരിതയുണ്ട്. അങ്ങനെയുള്ള ഈ പ്രകൃതിയിൽ ഈ സ്പന്ദനം തരുന്നതാരാ? അത് സാക്ഷാൽ പാർവതി പരമേശ്വരന്മാരാണ്. പാർവതി പരമേശ്വരന്മാരുടെ ചൈതന്യമാണ് ഈ പ്രകൃതിയിൽ എല്ലായിടത്തും ഉള്ളത് എന്ന് പറഞ്ഞതാരാ? വള്ളത്തോളാണ്. വള്ളത്തോൾ പറയുന്നു, ഈ പ്രകൃതിയിലും ദേവതാഭാവമുണ്ട്, പരമശിവന്റെയും പാർവതിയുടെയും ചൈതന്യമുണ്ട്. അതുകൊണ്ട് കേരളം ദൈവത്തിന്റെ നാടാണ്, ദൈവീകമായ ചൈതന്യമുണ്ട്. ഈ സത്യം കുറച്ചുകൂടി ഉറക്കെ പ്രഖ്യാപിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്.
കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മനോഹരമായ ഒരു കാവ്യമുണ്ട്, കേരളം എന്ന് പറയുന്ന ഒരു കാവ്യം. ആ കാവ്യത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളത്തെ വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയുകയാണ്, കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അമ്പാശിവരേറ്റുവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ആ നല്ല രാജ്യം ഏതാ? അത് കേരളമാ. എങ്ങനെയാ കേരളം നിലനിൽക്കുന്നേ? കന്യാകുമാരി ക്ഷിതിയാദിയായി, കന്യാകുമാരി മുതൽ ആരംഭിച്ച് ഗോകർണാന്തമായി ഗോകർണം വരെ നീണ്ടു കിടക്കുന്ന തെക്കു വടക്കു നീളെ, തെക്ക് നിന്ന് വടക്കോട്ട് അങ്ങനെ കിടക്കുന്ന ആ നാടിനെ ആരാ നല്ലപോലെ കണ്ണോട്ടമേറ്റ് പരിപാലിക്കുന്നത്? അത് കന്യാകുമാരിയിലെ ശ്രീപാദപ്പാറയിൽ ഒറ്റക്കാലിൽ വരണമാല്യവുമായി പരമശിവനെ നോക്കി നിൽക്കുന്ന പാർവതീദേവി. പരമശിവനോ അങ്ങ് ഗോകർണത്ത് നിന്ന് കന്യാകുമാരിയിലെ ദേവിയെ നോക്കി നിൽക്കുമ്പോൾ ഈ പാർവതി പരമേശ്വരന്മാരുടെ കണ്ണോട്ടമേറ്റ് പരിഭൂതമായ നാടിന്റെ പേരാണ് കേരളം, കൈരളി. എങ്ങനെയാ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയേ? ടൂറിസം ഉണ്ടായപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതിയത് കൊണ്ടല്ല, ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ഈശ്വരന്റെ പേരിലാണ് കേരളം എന്ന് പറഞ്ഞത് കൊണ്ടുമല്ല, മറിച്ച് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് അതിന്റെ സൃഷ്ടി, ഈ പ്രകൃതി, അതിന്റെ അതിർത്തി, ഇതിലെ ഓരോ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എല്ലാം കൊണ്ടും കേരളം ദൈവികമാണ്, ദേവതാഭാവമാണ്, ഭാരതാംബയുടെ കാൽപാദമാണ്, ഭാർഗവരാമന്റെ സമ്മാനമാണ്. ആ ഭാർഗവരാമന്റെ സമ്മാനമായിട്ടുള്ള ഈ കേരളം നമ്മളൊന്ന് വർത്തമാനകാലത്തിലെ കേരളത്തെ ഒന്ന് നോക്കിക്കാണണം. കേരളത്തിന് നേരത്തെ പറഞ്ഞ ധാരാളം സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ ഈ കൊച്ചു കേരളം ധാരാളം കാര്യങ്ങളിൽ മറ്റ് ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്താണ്. എന്തൊക്കെ കാര്യത്തിലെ ഒന്നാം സ്ഥാനം? സാക്ഷരത എല്ലാവർക്കും അറിയാം. ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ 100% സാക്ഷരതയുള്ളവരാ നമ്മൾ. അതെങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ സാക്ഷര കേരളമാണ് നമ്മുടേത്. മറ്റൊന്ന് ഈ കേരളത്തിന്റെ പ്രകൃതിയാണ്. ഇവിടുത്തെ മനോഹരമായ പ്രകൃതി ഒരു മിതോഷ്ണ മേഖലയാണ്. പ്രകൃതി സർവ കരവിരുതും ഈശ്വരൻ നടത്തിയിട്ടുള്ള മനോഹരമുള്ള നാടാണ്, മനോഹരമായ നാടാണ് ഈ കൊച്ചു കേരളം. അതിലും കേരളത്തിന് ഒരു സവിശേഷതയുണ്ട്, പ്രഥമ സ്ഥാനമുണ്ട്. മറ്റൊന്ന്, ഭാരതത്തിൽ ഒരൊറ്റ സംസ്ഥാനത്തിൽ പോലും ഇതുപോലെ യാത്ര ചെയ്ത് രണ്ടറ്റവും എത്താൻ സാധ്യമല്ല. രാവിലെ നമ്മൾ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് യാത്ര ചെയ്താൽ മറ്റൊരറ്റത്തും തിരിച്ച് അതേ ദിവസം തന്നെ തിരിച്ചും നമുക്ക് രണ്ടറ്റത്തേക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ മറ്റൊരു നാട് മറ്റൊന്നില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത യാത്രാ സൗകര്യങ്ങളുണ്ട് ഈ കേരളത്തിൽ. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമുണ്ട് നമ്മുടെ കേരളത്തിന്. അപ്പൊ കേരളത്തിന്റെ ഗുണങ്ങൾ ഇത്രയുണ്ട്, അതിന്റെ സവിശേഷതകളും ഇത്രയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും വർത്തമാനകാല കേരളം വേറെയും ചില കാര്യത്തിൽ ഒന്നാമതാണ്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇല്ലാത്ത അത്രയും ആത്മഹത്യ കേരളത്തിലാ കൂടുതൽ. എങ്ങനെയുള്ള ആത്മഹത്യ? അത് കുടുംബ ആത്മഹത്യയും കൂട്ടാത്മഹത്യയുമാണ്. ഒറ്റയ്ക്ക് ചെന്നാൽ എൻട്രി ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭാര്യയെയും മക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു കുടുംബം ഒന്നടങ്കം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നത് ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും കാണാൻ സാധ്യമല്ല. അതിദൈവിക സാക്ഷര സുന്ദര കേരളത്തിലാണ്. ആത്മഹത്യ മാത്രമാണോ? മദ്യപാനം. ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോയിട്ട് വൈദേശിക നാടുകൾ കുടിച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ എത്ര ഇരട്ടി കുടിച്ചു തീർക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടല്ല, മദ്യപന്മാരുടെ സ്വന്തം നാടായി കേരളം മാറുമ്പോൾ കേരളത്തിലാണ് മദ്യപാനം മറ്റേത് സംസ്ഥാനത്തെ അപേക്ഷിച്ചും ഒന്നാം സ്ഥാനത്ത്. ഭീകരവാദം.
ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടായി എന്ന് നമ്മളൊന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ മറ്റെവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടായി. കാശ്മീരത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരെ കാശ്മീരത്തിലെ പട്ടാളം വെടിവെച്ച് വീഴ്ത്തി. അന്വേഷണം കേരളത്തിൽ. ഡൽഹിയിൽ ബോംബ് സ്ഫോടനം, ഡൽഹിയിലെ പോലീസ് കേരളത്തിൽ. കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം, കോയമ്പത്തൂരിലെ പോലീസ് കേരളത്തിൽ. പൂനെയിൽ ബോംബ് സ്ഫോടനം, പൂനെയിലെ പോലീസ് കേരളത്തിൽ. ശ്രീലങ്കയിൽ ബോംബ് സ്ഫോടനം, ശ്രീലങ്കയിലെ പോലീസ് ഭാരതത്തിൽ. ഭാരതത്തിലെ പോലീസ് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഈ കേരളം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിച്ചില്ലാതാകാം. എവിടെ വേണമെങ്കിലും മനുഷ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കാം. ഒരു വലിയ വിസ്ഫോടനത്തിന്, ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളം നിലനിൽക്കുന്നത്. ഇതൊരു സ്റ്റോർ റൂമാണ്. സർവ ഭീകരതയുടെയും പര്യായമായി ഈ കൊച്ചു കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, ആ സുന്ദര കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമോ, ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റുകൾ എവിടെയാണ്? ഏറ്റവും കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങൾ എവിടെയാണ്? ഏറ്റവും കൂടുതൽ അഴിമതിയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും എവിടെയാണ്? എവിടെയാണ് ഏറ്റവും അധികം ഈ ലഹരി ഇന്ന് ഏറ്റവും കൂടുതൽ യുവത്വം ആഘോഷിക്കുന്നത് എവിടെയാണ്? എല്ലാം നോക്കുമ്പോൾ ഈ കേരളത്തിന് പ്രസിദ്ധി പോലെ തന്നെ കുറച്ച് കുപ്രസിദ്ധികളുമുണ്ട്. നമ്മുടെ പ്രശ്നം ഇതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം നേരത്തെ നാം പറഞ്ഞ ആത്മഹത്യയുണ്ടല്ലോ. ആത്മഹത്യ ഒരു പുതിയ വാക്കൊന്നുമല്ല. പുരാണ ഇതിഹാസങ്ങളൊക്കെ നോക്കിയാൽ ആത്മഹത്യയുണ്ട്. ആത്മഹത്യയെ പറ്റി പലരും പറയുന്നുണ്ട്. അർജുനൻ തന്നെ പറയുന്നുണ്ട്, എന്റെ ഇന്ന പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും, ശിരച്ഛേദം ചെയ്യും എന്നൊക്കെ പറയുന്നത് ആത്മഹത്യയാണ്. എന്റെ വാക്ക് നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിഷപാനം കുടിക്കും, വിഷത്തെ ഞാൻ ഭുജിക്കും എന്ന് കൈകേയി ദശരഥനോട് പറയുന്നതും ആത്മഹത്യയാണ്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷെ ആത്മഹത്യക്ക് പുതിയ മാനം വന്നിരിക്കുന്നു. ആത്മഹത്യക്ക് പുതിയ രീതികൾ വന്നിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അതിന്റെ അറസ്റ്റുകളും, അതിന് ആരാണോ ഒത്താശ ചെയ്തത്, ആരാണോ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്, ആരാണോ ഇതെല്ലാത്തിന്റെയും പിന്നിൽ നിന്ന് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത്, ആരാണ് ഏറ്റവും അധികം മദ്യം സേവിക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, നമ്മൾ ഇതിനെല്ലാം കാരണമായവരുടെ മുഴുവൻ പ്രൊഫൈൽ ഒന്ന് നോക്കണം. അവരുടെ ബയോഡാറ്റ നമ്മളൊന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇവിടെയാണ്. ഈ സുന്ദര കേരളത്തിൽ ഇതിനെല്ലാം കാരണക്കാരുടെ ഒരു റെസ്യൂം, ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വിദ്യാസമ്പന്നരാണ് എന്നതാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരുടെ കയ്യിലും ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ, അതിലൊരു ട്രെയിനിങ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് സർവരും. നിങ്ങൾ ആരുടെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഡോക്ടർമാരിൽ 50% മയക്കുമരുന്നിനടിമയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം ഇതിന്റെ വാഹകരായി യാത്ര ചെയ്യുന്നത്. പഠിക്കാൻ വിടുന്ന കുഞ്ഞുങ്ങളെ 4 ദിവസം ഒരച്ഛന്റെയും അമ്മയുടെയും ഒരു പൊന്നോമന പുത്രനെ വിചാരണയ്ക്ക് പാത്രമാക്കിക്കൊണ്ട് പച്ചവെള്ളം കൊടുക്കാതെ ഈ കൊച്ചു കേരളത്തിലെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കൊന്നത്, ഈ നരാധമന്മാരെ എല്ലാം പ്രേരിപ്പിക്കുന്നത് അവരുടെ കയ്യിലുമുണ്ട് സർവകലാശാല സർട്ടിഫിക്കറ്റ്, അവരുടെ കയ്യിലുണ്ട് ബിരുദം, ബിരുദാനന്തര ബിരുദം. ഇവരെല്ലാം പ്രൊഫഷണൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരാ. നമ്മുടെ പ്രശ്നം ഇതാണ്. ഇത്രയേറെ വിദ്യാഭ്യാസവും ഇത്രയേറെ അറിവുകളും ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കാനുള്ള അറിവും ഇന്നത്തെ മുഴുവൻ സൗകര്യങ്ങളും സുഖങ്ങളും ധനവും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ എന്തേ ഇങ്ങനെയായി തീർന്നേ? ദൈവത്തിന്റെ ഈ സ്വന്തം നാട്, ഈശ്വരൻ കരവിരുത് മുഴുവൻ പ്രയോഗിച്ച ഈ സുന്ദര നാട്, വിദ്യാഭ്യാസം കൊണ്ട്, സാക്ഷരത കൊണ്ട് ഏറ്റവും ഉയർന്ന ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്?
ശരിക്കും വിദ്യാഭ്യാസം കൂടുമ്പോൾ നാം തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കണ്ടേ? നമ്മൾ തമ്മിലുള്ള വിശ്വാസം വർദ്ധിക്കണ്ടേ? നമുക്കിടയിലുള്ള ബന്ധങ്ങൾക്കൊരു ദാർഢ്യം ഉണ്ടാകണ്ടേ? ഒരു വീട്ടിൽ ജീവിക്കുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിൽ ട്രെയിനിങ്ങും കഴിഞ്ഞവർക്ക് പോലും ഒരുമിച്ച് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് നമുക്ക് പ്രശ്നം? വിദ്യാഭ്യാസം കൂടുമ്പോൾ സ്നേഹം വർദ്ധിക്കണമായിരുന്നു. പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. 2ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് 8ാം ക്ലാസ് മാത്രം പഠിച്ച അമ്മയും അച്ഛനും 60 വർഷം 70 വർഷം ഒരുമിച്ച് ദാമ്പത്യത്തെ കൊണ്ടു നടക്കുന്നു. പ്രൊഫഷണൽ ഡിഗ്രികൾ അധികമുള്ളവർ ഈ കൊച്ചു കേരളത്തിലാണ് വിവാഹമോചനങ്ങളുടെ പ്രൊഫഷനും തമ്മിൽ ഇന്ന് വിവാഹമുണ്ട്. എംടെക്കും തമ്മിലാണ് വിവാഹം. MBBSും തമ്മിൽ വിവാഹമുണ്ട്. ബിടെക്കും എംടെക്കും തമ്മിൽ വിവാഹമുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇന്ന് വിവാഹമുണ്ടോ? അങ്ങനെ വിവാഹം കഴിക്കുന്ന ഈ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന സാങ്കേതിക വിദ്യകൾ അറിയുന്നവരും സർവത്ര ധനവും സുഖവും സൗകര്യങ്ങളുമുള്ളവരും ബഹുഭാഷകൾ ഉപയോഗിക്കുന്നവരും പുത്തൻ ആഗോളിവൽക്കരണത്തിന്റെ യന്ത്ര സാങ്കേതിക വിദ്യകളുടെ വിരൽത്തുമ്പിലെ വിസ്മയ ജാലികയും കൊണ്ട് നടക്കുന്നവർ ഇന്ന് വിവാഹം കഴിഞ്ഞാൽ 37% ഈ സുന്ദര കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്. എന്റെ 4ാം ക്ലാസ് പഠിച്ച ഈ പാവം അച്ഛനും അമ്മയും ഇതുവരെ കുടുംബ കോടതിയെ കേട്ടിട്ടില്ല. 8ാം ക്ലാസ് വരെ പഠിച്ച ഈ പാവം പിടിച്ച അച്ഛനും അമ്മയും ഒരു കാലത്തും വഴക്കടിച്ച് വീട്ടിൽ പോയിട്ടില്ല. ഇന്ന് ഇത്രയേറെ പരിഷ്കാരങ്ങളും അറിവും എല്ലാം കൂടിയിട്ടും നമുക്ക് എന്തേ ഇങ്ങനെയൊക്കെ? നമ്മൾ ഇങ്ങനെയൊന്നും ആവേണ്ടവരല്ലല്ലോ. ഇത്ര ഡിവോഴ്സ്, ഇത്ര വിവാഹമോചനം എങ്ങനെ ഉണ്ടാകുന്നു? 100 പേർ വിവാഹം കഴിച്ചാൽ ഇന്നത്തെ സ്ഥിതിയിൽ 37 പേർ വിവാഹമോചനമാണ്, ഡിവോഴ്സാണ്. എന്തുകൊണ്ടാ അത്? ഇനി ബാക്കി 37% എങ്ങനെ ജീവിക്കുന്നുണ്ടാകും? കുട്ടികൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ അങ്ങ് മുന്നോട്ട് പോകുന്നവരാ. എത്ര പേർ ജീവിക്കുന്നു? ഇത്രയേറെ അറിവും സാക്ഷരരും സൗകര്യങ്ങളും വർദ്ധിച്ചിട്ടും നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിനൊരു ഉത്തരം വേണ്ടേ? ഈ സുന്ദരമായ കേരളം എത്രയെത്ര പ്രതീക്ഷകളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഈശ്വരന്റെ ഈ നാടിന് ഇതെന്താ സംഭവിച്ചത്? നമ്മൾ ഇങ്ങനെ ഒന്നൊരു അന്വേഷണം നടത്തിയാൽ, അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പഴയ സ്കൂളുകളിലൊക്കെ പഠിച്ച ഒരു ചെറിയ സുഭാഷിതം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ സുഭാഷിതത്തിന്റെ 4ാമത്തെ ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: സംസ്കാരേതു അഭാവേണ സാക്ഷരോ രാക്ഷസായത്തെ എന്നതാണ് ആ വരി. എന്തായിരുന്നു ആ വരി? സംസ്കാരേതു അഭാവേണ, സംസ്കാരത്തിന്റെ അഭാവം കൊണ്ട് സാക്ഷരോ, സാക്ഷരതയുള്ളവൻ രാക്ഷസായതേ, രാക്ഷസനായി തീരും. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്ക് വിദ്യാഭ്യാസമുണ്ടോ? ഇല്ല. നമുക്കുള്ളത് എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സാക്ഷരരുമാണ്. പക്ഷേ സാക്ഷരതയിൽ സംസ്കാരത്തിന്റെ അഭാവം വന്നാൽ സാക്ഷരനെ ഒന്ന് തിരിച്ചിട്ടാൽ നമുക്ക് മനസ്സിലാകും, രാക്ഷസനാകും. സാക്ഷരൻ രാക്ഷസനാണ്. ദൈവിക കേരളം രാക്ഷസ കേരളമാണ്. രാക്ഷസന്മാർ പോലും ചെയ്യാൻ അറയ്ക്കുന്നത് വയനാട്ടിലെ ഒരു കോളേജിൽ നിന്ന് നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണോ? നരഭോജികൾ പോലും ചെയ്യാത്ത ഇത്രയും അധികം പൈശാചികമായ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? അവരുടെ ഉള്ളിലുള്ള വിചാരസരണി എന്താ? അവരെ പ്രചോദിപ്പിക്കുന്നത്? പച്ചവെള്ളം കൊടുക്കാതെ ഒരു കൊച്ചുകുട്ടിയെ, 21 വയസ്സ് മാത്രമുള്ള ഈ ലോകത്ത് ജീവിച്ച് കൊതി തീരാത്ത ഒരച്ഛനമ്മമാരുടെ ഈ കൊച്ചു കുഞ്ഞിനെ 4 ദിവസം വിചാരണ ചെയ്ത് എങ്ങനെ കൊല്ലാൻ പറ്റുന്നു? ഇതിനാണോ വിദ്യാഭ്യാസം? ഇതിനാണോ പഠിക്കാൻ പോകുന്നേ? ഇതാണ് കേരളത്തിന്റെ വർത്തമാനകാല അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ഇനിയുള്ള നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം. ഇതാ നമ്മുടെ പ്രശ്നം.
ഈ പ്രശ്നത്തിന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു പരിഹാരം കണ്ടെത്തണം. ഇനിയും പരിഹാരം കണ്ടെത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, ഇനിയും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കണ്ടില്ലെങ്കിൽ, പിഞ്ചു പാദങ്ങളോടെ ഓടി നടക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? അവർ നേരിടേണ്ട സാമൂഹ്യ അന്തരീക്ഷം എന്തായിരിക്കും? എത്രയെത്ര പ്രതീക്ഷകളോടെ നമ്മൾ നമ്മുടെ സർവ്വതും സമർപ്പിച്ചു വളർത്തുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് അവർ ഇനി നേരിടേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനെ തികച്ചും ഭാവാത്മകമായി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് യാത്ര ചെയ്യണം. എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം സംസ്കാരം എന്നുള്ള ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമല്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ, ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നല്ല സംസ്കാരം ലഭിക്കുമായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കില്ല. മറിച്ച് നമുക്കൊക്കെ അക്ഷരജ്ഞാനമുണ്ട്, പക്ഷെ നമുക്ക് വിദ്യാഭ്യാസമില്ല. ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൽ സംസ്കാരത്തിന്റെ വിത്തുമില്ല. സംസ്കാരത്തിന്റെ വിത്തില്ലാതെ എത്ര പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിലും, അതിലെത്ര ഡിഗ്രികൾ ഉണ്ടെങ്കിലും, അതിലെത്ര ട്രെയിനിങ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് 10 അംഗ ശമ്പളം, എത്ര കോടി ശമ്പളം ഉണ്ടെങ്കിലും ഒരിക്കലും നാം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരു സമന്വയത്തോടെ, ഒരു സമവർത്തിത്വത്തോടെ നമ്മൾ ഒരിക്കലും ജീവിക്കില്ല. സംഘർഷമുള്ള കലുഷിതമായ ജീവിതമാണ് ഓരോ ദിവസവും നമ്മളെ കാത്തിരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ട ഒന്നുണ്ട്. ഈ സംസ്കാരം എന്നത് ഒരിക്കൽ പോലും വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടില്ല എന്ന് ആദ്യം ഉറപ്പിക്കണം. കഴിഞ്ഞുപോയ തലമുറയ്ക്ക് ഇത് ലഭിച്ചതൊന്നും വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന വിദ്യാലയങ്ങളിൽ നിന്നല്ല. വിദ്യാലയങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കാനുള്ള കേന്ദ്രങ്ങളാണ്. സംസ്കാരം ലഭിക്കേണ്ടത് വീട്ടിൽ നിന്ന്. സംസ്കാരം ലഭിക്കേണ്ടത് വീട്ടിൽ നിന്ന് മാത്രമാണ്. അവിടെ അമ്മ, അച്ഛൻ, ഇങ്ങനെ 2 പേരുണ്ട്. ഇവരാണ് നമ്മുടെ ആചാര്യന്മാർ, ഇവരാണ് നമ്മുടെ അധ്യാപകർ. വീടെന്ന് പറയുന്നതാണ് മഹാവിദ്യാലയം, വിശ്വവിദ്യാലയം. ആ വീടെന്ന് പറയുന്ന വിദ്യാലയത്തിൽ നിന്ന്, അച്ഛനമ്മമാർ എന്ന് പറയുന്ന ആചാര്യന്മാരിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാരമുറിയാതെ സംസ്കാരത്തിന്റെ ഈ അമൃത് ഭുജിക്കാൻ, അനുഭവിക്കാനുള്ള ഭാഗ്യം വേണം. നമ്മൾ ഇങ്ങനെ ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: അതിന് ഇന്ന് അണുകുടുംബമല്ലേ സർ? ഇന്ന് പഴയ പോലെ കൂട്ടുകുടുംബമല്ലല്ലോ. കൂട്ടുകുടുംബമുള്ള കാലത്തല്ലേ ഇതൊക്കെ സാധിച്ചിരുന്നത്? ഇന്നത്തെ ഈ വേഗത്തിലുള്ള ഒരു ലോകത്ത് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുക? നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ച ചില കാര്യങ്ങളുണ്ട്. പറഞ്ഞു പറ്റിച്ചതിലൊന്ന് ഈ കൂട്ടുകുടുംബം എന്നുള്ളതാണ്. സത്യസന്ധമായി നമ്മളൊന്ന് ചിന്തിക്കൂ. പിന്തിരിഞ്ഞ് ചരിത്രത്തെ കണ്ണു തുറന്നു നോക്കൂ. എത്ര കാലമുണ്ടായിരുന്നു കൂട്ടുകുടുംബം? എത്ര കാലമുണ്ടായിരുന്നു? കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഈ നാട്ടിൽ 100 150 വർഷം മാത്രമുണ്ടായിരുന്ന ഒരു പ്രതിഭാസത്തെ മാത്രം വിരൽ ചൂണ്ടി കൂട്ടുകുടുംബം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും പ്രശ്നം, ഇന്ന് അണുകുടുംബങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, വസ്തുതയുണ്ട്? പോട്ടെ, കേരളത്തിന്റെ പരിപൂർണ വ്യക്തിത്വമാണ് ശങ്കര ഭഗവത്പാദർ. ശങ്കരാചാര്യർ ഏത് കൂട്ടുകുടുംബത്തിലാ ജനിച്ചേ? ശിവാജി മഹാരാജാവിനെ കുറിച്ച് കഥകൾ കേട്ട നമുക്ക് ശിവാജി ഏത് കൂട്ടുകുടുംബത്തിലാ ജനിച്ചേ? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ വിവേകാനന്ദൻ ഏത് കൂട്ടുകുടുംബത്തിലാ ജനിച്ചേ? മഹാപുരുഷന്മാരെന്ന് നമ്മൾ പറയുന്ന ഏറ്റവും വാക്യജ്ഞരും വിദ്വാൻമാരും പണ്ഡിതന്മാരും ദാർശനികന്മാരും ധീരന്മാരും വീരന്മാരും വീരാംഗനകളും ശാസ്ത്രജ്ഞന്മാരും കവികളും കലാകാരന്മാരും തുടങ്ങി ഓരോരുത്തരുടെയും ജീവചരിത്രം എടുത്തു വായിച്ചാൽ ഇവരൊക്കെ ഏത് കൂട്ടുകുടുംബത്തിലാ ജനിച്ചേ?
കൂട്ടുകുടുംബം ഇല്ലാത്തതാണ് പ്രശ്നം, അണുകുടുംബമാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഏത് കൂട്ടുകുടുംബത്തിലാ? ഏത് മുത്തശ്ശിയാ ഇവരോട് കഥ പറഞ്ഞേ? ഒരു മുത്തശ്ശിയും കഥ പറഞ്ഞിട്ടില്ല. ഇവരെയൊക്കെ വളർത്തിയത് ഇവരുടെ അമ്മയാണ്, അച്ഛനാണ്. ഇവരൊക്കെ സാധാരണ അണുകുടുംബത്തിൽ ജനിച്ചവരാ. ശിവപാർവതിമാർ അണുകുടുംബമാണ്, കൂട്ടുകുടുംബമല്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ എവിടെയാ കൂട്ടുകുടുംബം? ഒരു കൂട്ടുകുടുംബം കാണിച്ചു തരൂ. രാമനെ വളർത്തിയത് രാമന്റെ അമ്മയാണ്, രാമന്റെ മുത്തശ്ശിയല്ല. സീതയെ വളർത്തിയത് സീതയുടെ അച്ഛനാണ്, സീതയുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ല. ഊർമിളയെ വളർത്തിയതും അതേ അമ്മയും അച്ഛനുമാണ്. സാങ്കാശത്തിലെ രാജാവായ കുശധ്വജന്റെ ശ്രുതകീർത്തിയും ആ കൂടെയുള്ള ആ പെൺകുട്ടിയും ഒക്കെ അവരെ വളർത്തിയത് അച്ഛനമ്മമാരാ. ശ്രീകൃഷ്ണനെ വളർത്തിയത് അച്ഛനും അമ്മയുമാണ്. ഇവിടെ എവിടെയാ മുത്തശ്ശി? എവിടെയാ മുത്തച്ഛൻ? ആരാ കൂട്ടുകുടുംബത്തിൽ ജനിച്ചേ? നമ്മൾ ഈ നെരേറ്റീവ് ഒരു നുണ 1000 തവണ പറഞ്ഞാൽ അത് സത്യമാകും എന്നുള്ള ഈ വർത്തമാനകാല യാഥാർത്ഥ്യമുണ്ട്. ആരോ നമ്മളെ പറഞ്ഞു പറ്റിച്ചു. കൂട്ടുകുടുംബമില്ലാത്തതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം കൂട്ടുകുടുംബമില്ലാത്തതല്ല. നമ്മുടെ പ്രശ്നം ഒരു നല്ല അമ്മ, ഒരു നല്ല അച്ഛൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാക്കിയെടുക്കാം. ഉപാസനാനിഷ്ഠരായ, റോൾ മോഡലായ, അനുകരിക്കാൻ പറ്റുന്ന ഒരമ്മയും അച്ഛനും മാത്രം മതി ഈ കുഞ്ഞുങ്ങളെ ശരിയാക്കിയെടുക്കാൻ. എഡിസന്റെ ജീവചരിത്രം പഠിച്ചവരാ നമ്മൾ. ഐൻസ്റ്റീന്റെ ജീവചരിത്രം പഠിച്ചവരാ നമ്മൾ. അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം പഠിച്ചവരാ നമ്മൾ. ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ജീവചരിത്രം പഠിച്ചവരാ നമ്മൾ. സ്വാമി ശ്രദ്ധാനന്ദന്റെ ജീവചരിത്രം പഠിച്ചവരാ നമ്മൾ. പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. റാണി ലക്ഷ്മിഭായിയെ പറ്റി നാം പഠിച്ചിട്ടുണ്ട്. ഉണ്ണിഹാർച്ചയെ കുറിച്ചും നാം പഠിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് കൂട്ടുകുടുംബത്തിൽ മുത്തച്ഛനും മുത്തശ്ശിയും കഥ പറഞ്ഞ് വളർത്തിയത്? ആരെയാ? ഇവരെയൊക്കെ വളർത്തിയത് അമ്മ, അച്ഛൻ. 1, 2, 3 സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ 99% പേരെയും വളർത്തിയത് അച്ഛനമ്മമാരാണ്. നമ്മുടെ പ്രശ്നം കൂട്ടുകുടുംബമല്ല. നമ്മുടെ പ്രശ്നം നല്ലൊരു അമ്മ, നല്ലൊരു അച്ഛൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് കൂട്ടുകുടുംബം ഇല്ലാത്തതാണ് പ്രശ്നം എന്നൊന്നും പറയരുത്. ആകെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഉരുവിടണം. നല്ല അമ്മയില്ല എന്നതാണ് പ്രശ്നം. നല്ല ഒരു അച്ഛനില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം.